ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനൊരു ചെറിയ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാൻ അടുത്തിടെ ചെയ്തിട്ടുള്ള ചില ചെറിയ ആക്രമണങ്ങൾ അടുത്ത മാത്രമല്ല പല സന്ദർഭങ്ങളിലും കാലാകാലങ്ങളായി ഒരു 10 ഭയപ്പെടുത്താം വിശ്വകർമ്മക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചിലർ ആക്രമണം മാനസികമായി അൺഹെൽത്തി ആക്കി മാറ്റുകയും അല്ലെങ്കിൽ ഡിഗ്രേഡ് ആക്കുകയും ഇനി അവരുടെ ജീവിതചര്യം ഉള്ള പല ആൾക്കാർ കഥകൾ എഴുതുകയും ഇതാണ് വിശ്വകർമ്മരുടെ യഥാർത്ഥ ചരിത്രം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ കുലക്ഷയമോ കർമ്മക്ഷയമോ അല്ലെങ്കിൽ പാരമ്പര്യക്ഷയമോ ഒക്കെ സംഭവിച്ച 200 കൊല്ലത്തെ വിശ്വകർമ്മജരുടെ ചരിത്രമല്ല യഥാർത്ഥ വിശ്വകർമ്മജരുടെ ചരിത്രം. അതിലും അപ്പുറം നിൽക്കുന്നതാണ് യഥാർത്ഥ വിശ്വകർമ്മ ചരിത്രം എന്ന് പറയുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. 200 കൊല്ലക്കാലം ചരിത്രം സൃഷ്ടിച്ചിട്ട്, അതായത് ആനന്ദസാഗർ ഗുരുമൂർത്തിയോ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുകൾ വിശ്വകർമ്മജരെ ഇമോഷണലായി ആക്രമിക്കുകയും അങ്ങനെ ഇമോഷണലായി ആക്രമിച്ച് ഡിഗ്രഡേഷൻ വന്ന വിശ്വകർമ്മ കുടുംബങ്ങളെയോ വിശ്വകർമ്മ വ്യക്തികളെയോ കുറിച്ച് ഒരു സർട്ടൻ പീരിയഡിലേക്ക് അവരെ ഇകഴ്ത്തുകയും ചിലപ്പോൾ കാരണം ഒരു മനുഷ്യനായിക്കോട്ടെ, ഒരു കുലമായിക്കോട്ടെ, ഒരു സൊസൈറ്റി ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, മാനസികമായിട്ട് ആക്രമണങ്ങൾ നടത്തിയാലാണ് നശിപ്പിക്കുവാൻ കഴിയുക. അത് തന്നെയാണ് വിശ്വകർമ്മജർക്ക് എതിരെ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി വെക്കും. എന്നിട്ട് പറയും ഇതാണ് വിശ്വകർമ്മ ചരിത്രം, അല്ലെങ്കിൽ വിശ്വകർമ്മജൻ ഇതാണ്. പക്ഷേ വിശ്വകർമ്മജൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഈ 10-200 കൊല്ലക്കാലമല്ല, അല്ലെങ്കിൽ പെരുന്തച്ഛൻ്റെ കാലം മാത്രമല്ല. പെരുന്തച്ഛനൊക്കെ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഇതേപോലുള്ള ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയൊക്കെ ഫലമായി മാനസികമായിട്ടുള്ള ബലക്ഷയം സംഭവിച്ചു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം സ്വന്തം മകനെതിരെ ഉളിയൊക്കെ എറിയേണ്ട ആ സാഹചര്യത്തിൽ എത്തിച്ചേർന്നത്. അങ്ങനെ സംഭവിച്ച ഒരു കുലക്ഷയം സംഭവിച്ച അല്ലെങ്കിൽ പാരമ്പര്യക്ഷയം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെയാണ് പെരുന്തച്ഛൻ. ഇനിയെന്ന് പറയുന്നത് വിശ്വകർമ്മജർക്ക് ഉയർച്ച വരേണ്ട സാഹചര്യമാണ്. കാരണം വിശ്വകർമ്മജർ മാത്രമല്ല, സമൂഹം ഒട്ടാകെ ഒരു മോശമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു കാലത്ത് വിശ്വകർമ്മജരടക്കം എല്ലാ സൊസൈറ്റിയും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ അങ്ങനെയുള്ള പാരമ്പര്യക്ഷയങ്ങൾ അന്ന് സമൂഹത്തിൽ ഉന്നതിൽ നിൽക്കുന്ന ആൾക്കാർ ഒളിയാക്രമണങ്ങളും ഒളിയമ്പുകളൊക്കെ നടത്തി പിന്നീട് അതിനെ ചരിത്രമായി പുസ്തകമാക്കി വെച്ച് കോളേജിലോ അവിടെ ഇവിടെയൊക്കെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു പണ്ട് വിദേശ രാജ്യങ്ങളിൽ നിവസിച്ചിരുന്നപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് ഇന്ത്യയെക്കുറിച്ച് വായിച്ചിട്ട് ഇത്രയും വലിയ കൾച്ചറാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംസ്കാരത്തിന് ഉടമസ്ഥരാണ് നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഭാരതം എന്ന് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത്. അതിൽ വിശ്വകർമ്മജരെ കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ എടുത്തിട്ട് ഇരുളടഞ്ഞ ഏടുകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. വിശ്വകർമ്മജരെ കുറിച്ചുള്ള വലിയ സംസ്കാരത്തിൻ്റെ വലിയ വിശ്വകർമ്മജ എന്ന് പറയുന്ന ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഒരു ചെറിയ വിവരണം, കാതലായ വിവരണമാണിത്. അത് വായിച്ചാൽ തന്നെ 1000 പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ഗുണം കിട്ടും. അത്രയും നല്ലൊരു ടാബ്ലറ്റ് ആയിരുന്നു ആ പുസ്തകം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ വിശ്വകർമ്മജരെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഈ 1000 പുസ്തകങ്ങൾ വായിക്കുന്നതോ 2000 പുസ്തകങ്ങൾ വായിക്കുന്നതോ അല്ല നമ്മൾ അറിവ് നേടാനുള്ള യഥാർത്ഥ രീതി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഡൈജസ്റ്റീവ്സ് നമുക്ക് അവൈലബിൾ ആണ്. വേദങ്ങൾ മുതൽ ഇന്ന് മനോരമ മംഗളം വരെ നമ്മുടെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ട് പുസ്തകങ്ങളായിട്ടോ അല്ല അറിവുകളായിട്ടോ കൂട്ടാൻ പറ്റുമോ? വേദങ്ങളുടെ കാര്യം പോകട്ടെ, ഞാൻ മനോരമയുടെ മംഗളത്തിൻ്റെയും മറ്റ് ഡൈജസ്റ്റീവ്സ് നോവലിസ്റ്റുകളൊക്കെ എഴുതുന്ന ഡൈജസ്റ്റീവ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും അറിവുകളായിട്ട് കൂട്ടാൻ പറ്റില്ല. വേദങ്ങൾ ഏറ്റവും ആദിമത്തിലുള്ള പുസ്തകങ്ങളാണ്. അത് അറിവിൻ്റെ കലവറയാണ്. അറിവിൻ്റെ കലവറ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം, ഒരു മനുഷ്യൻ്റെ ജീവിത രീതി എങ്ങനെയാകണം, എങ്ങനെയാണ് തന്നെ സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ചരിത്ര അറിവുകളല്ല, കോറായിട്ടുള്ള കാമ്പുള്ള അറിവുകളുള്ളതാണ് വേദം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് പുസ്തകങ്ങൾ ഡൈജസ്റ്റീവ്സുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ട് തലയിൽ കയറ്റി ചിന്തിക്കാൻ ശേഷിയില്ലാതെ നടക്കുന്നതല്ല അറിവെന്ന് പറയുന്നത്. അതൊക്കെ വെറുതെ ഇങ്ങനെ ഛർദ്ദിക്കുന്നതല്ല അറിവെന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും ആദ്യമായിട്ടുള്ള പുസ്തകം വായിച്ചിട്ടിരിക്കുന്നത് ഏഴാമത്തെ വയസ്സിലാണ്. ഗായത്രി മാഹാത്മ്യം എന്നൊരു പുസ്തകമാണ് ഏറ്റവും ആദ്യം വായിച്ചിട്ട്. നല്ല
ഒരു പേജുകളൊക്കെയുള്ള നന്നായി കവർ ചെയ്ത പൊതിഞ്ഞ് കവർ ചെയ്ത ഒരു പുസ്തകം അച്ഛൻ എനിക്കും വിളക്കെങ്കിൽ നിന്ന് നിലവിളക്കിൻ്റെ സൈഡിൽ നിന്ന് അവിടെ കുറേ പ്രാർത്ഥന പുസ്തകം അങ്ങനെയുള്ള നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദൈവികമായിട്ടുള്ള. അതിൽ ആ പുസ്തകം എടുത്ത് എൻ്റെ കയ്യിൽ നിലവിളക്കിൻ്റെ മുമ്പിൽ നിന്ന് എടുത്ത് കയ്യിൽ വെച്ച് തന്നിട്ട് വായിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനൊരു പുസ്തകം ആദ്യമായിട്ട് വായിക്കുന്നത്. ആ ഗായത്രി മാഹാത്മ്യം എന്ന പുസ്തകം വായിച്ചതിൻ്റെ ഗുണമാകാം എത്ര പുസ്തകങ്ങൾ വായിച്ചവരോടും അത്യാവശ്യം സംസാരിച്ച്, അതായത് അത്യാവശ്യമല്ല നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് സംസാരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു വിവരണം കൊടുക്കണം, വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചും പറഞ്ഞിട്ടും വേണം നമ്മൾ അതിനുള്ള ഉത്തരം കൊടുക്കുക. അങ്ങനെയാണ് വിജയം ഉണ്ടാക്കുന്നത്. വേദങ്ങൾ തന്നെ പലതരത്തിൽ അവരവർക്ക് വേണ്ട രീതിയിൽ പകർത്തി എഴുതിയിട്ടില്ലേ, തിരുത്തി എഴുതിയിട്ടില്ലേ? അപ്പോൾ നമ്മൾ അത് മാത്രം നോക്കിപ്പോയാൽ എന്താണ് സംഭവിക്കുക? ചിലപ്പോൾ മിസ്ഗൈഡ് ചെയ്യപ്പെടും. ഇപ്പം പെരുന്തച്ഛനൊക്കെ എങ്ങനെയാണ് ആക്കി വെച്ചിട്ടുള്ളത് 200 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ? അങ്ങനെ ഡൈജസ്റ്റീവ്സ് നോക്കിപ്പോയാൽ മിസ്ഗൈഡ് ചെയ്യപ്പെടും. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ കാതലായിട്ടുള്ള ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മനുഷ്യരാണ്, നമുക്ക് തെറ്റ് പറ്റാം. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എഗ്രീം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വിശ്വകർമ്മജർ ജന്മബ്രാഹ്മണരല്ല എന്ന് പറഞ്ഞിട്ടാണ് ഗുരുമൂർത്തിയെ പോലുള്ളവർ, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നാണ് ഗുരുമൂർത്തിയെ പോലുള്ളവർ പറഞ്ഞത്. അതിനുത്തരമായിട്ട് വേദത്തിൽ എഴുതിയതും മറ്റു പുസ്തകങ്ങളിലൊക്കെ എഴുതിയതൊക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ ചിലവിട്ട് അതൊക്കെ പഠിച്ച് ഉത്തരം കൊടുക്കാൻ പറ്റുന്നതൊക്കെ വലിയ നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടൊന്നും ഉത്തരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പ്രാക്ടിക്കൽ ചിന്തയിൽ ഉള്ള ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിന് വിശ്വകർമ്മജരെ എന്തുകൊണ്ട് ജന്മബ്രാഹ്മണരായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വിശ്വകർമ്മജർ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായും 5 കർമ്മങ്ങളിൽ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ മോഡേൺ ഇന്ത്യ എന്ന് മാത്രമേ ഈ കാസ്റ്റ് സിസ്റ്റത്തെ പറയാൻ പറ്റുള്ളൂ. അതിനു മുമ്പേ ഉണ്ട് വിശ്വകർമ്മജരുടെ ചരിത്രം. വേദങ്ങളിലുമൊക്കെ നോക്കിയ വിശ്വകർമ്മജർ എന്ന ഇതിനെക്കുറിച്ച്, കാസ്റ്റിനെക്കുറിച്ച്, ജാതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ യാദവരോ അങ്ങനെയൊക്കെ ഉള്ളവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മറ്റിന്ന് കാണുന്ന ജാതികളെക്കുറിച്ചൊന്നും പറയുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വകർമ്മജരെ ജന്മബ്രാഹ്മണർ എന്ന് പറയുന്നത്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണല്ലോ അർത്ഥം. അറിവ് എന്നുള്ളതാണല്ലോ അർത്ഥം. അപ്പം ജന്മബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത് ജന്മത്തിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിലുള്ളൊരു വിസ്റ്റം നമുക്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അർത്ഥം വിസ്റ്റം എന്ന് തന്നെയാണ്. ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകുന്ന അറിവല്ല. അതെങ്ങനെ ഉണ്ടാകും? നല്ല നല്ല ആചാരങ്ങൾ. ഇപ്പോൾ ഒരു കുട്ടി ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ കാണുന്ന ആചാരങ്ങളല്ല യഥാർത്ഥ ആചാരങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ആവശ്യമായിട്ടുള്ള ചിന്താശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള തരത്തിലുള്ള നല്ല നല്ല ആചാരങ്ങൾ, മന്ത്രം കൊണ്ടും ഒക്കെയുള്ള നല്ല നല്ല ആചാരങ്ങൾ ഇപ്പോൾ പറയാറില്ലേ? ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പാട്ട് കേട്ടാൽ നല്ലതാണ്, അല്ലെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയാറില്ലേ? ഞാൻ സന്ദർഭികവശാലും ഞാനിത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. പ്രാക്ടിക്കൽ ചിന്തയുടെ ബേസിൽ ഞാൻ പറയാറില്ലേ? അങ്ങനെയുള്ള മികച്ച കാര്യങ്ങൾ അന്നും നിലവിലുണ്ടായിരുന്നു. കാരണം ഒരു വിശ്വകർമ്മജനായി ജനിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഈ സമൂഹത്തെ തന്നെ നിലനിർത്തേണ്ട ഒരു ബാധ്യതയാണുള്ളത് 5 കർമ്മങ്ങളിലൂടെ. മനുമായ, തൊഷ്ടാശില്പി, ബ്രഹ്മജ്ഞൻ എന്ന 5 പേര് ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ഒരു സംസ്കാരത്തെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്ന, വാർത്തെടുത്ത് വരുന്ന, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്തമാണ് വിശ്വകർമ്മജനുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് ഗർഭാവസ്ഥയിൽ തന്നെ വിശ്വകർമ്മജൻ അറിവുള്ളവനായിരുന്നു. അത് കഴിഞ്ഞു വീടുകളിൽ വലിയ ഉയർന്ന കാരണവന്മാരും മറ്റ് ഗുരുക്കസ്ഥാനത്തുള്ളവരും ഒക്കെ എപ്പോഴും അറിവ് സംബന്ധമായ ചർച്ചകൾ. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ പോലും പാരമ്പര്യത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവുകൾ ഇങ്ങനെ വലിയ വലിയ ആൾക്കാർ, പഴയ വയസ്സായ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറ്റിയൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അറിവ് നേടുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് വന്ന തലമുറയ്ക്ക്
അത് ഇഷ്ടപ്പെട്ടില്ല. അവർ കുറച്ച് വഴിതെറ്റാൻ തുടങ്ങി. കാരണം എന്താണ്, സാമ്പത്തികമായിട്ട് അധികം ഒന്നും സമ്പാദിച്ച് വെച്ചില്ല, പാരമ്പര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ ഒരു തെറ്റ് പറ്റിയത് കൊണ്ട് എന്താണ്, പിന്നീടുള്ള തലമുറ സമ്പാദ്യം നോക്കിപ്പോയി അവനവൻ്റെ പാരമ്പര്യത്തെയും വാല്യൂവിനെയൊക്കെ അവഗണിച്ചു. അതാണ് നമ്മളപ്പോൾ. അപ്പോൾ നമ്മൾ പാരമ്പര്യവും വാല്യൂവും ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകളും കൂടെ ഉണ്ടാക്കി വെച്ചെങ്കിൽ മാത്രമേ പിൻതലമുറ നല്ല രീതിയിൽ അത് ഫോളോ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഉറച്ച തലമുറ ഉണ്ടായിട്ട് വരികയുള്ളൂ. അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിപ്പം ഈ ഗുരുമൂർത്തിയൊക്കെ പറയുന്നില്ലേ, നമ്മൾ ഈ വിശ്വകർമ്മജരെ ഇകഴ്ത്തി പറയുന്നുണ്ടല്ലോ, അവരുടെ മുമ്പിൽ പിൻതലമുറയ്ക്ക് ചെറുതാകേണ്ടി വരും. അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഗുരുമൂർത്തി പറയുന്നതൊന്നുമല്ല വിശ്വകർമ്മജൻ്റെ യഥാർത്ഥ പാരമ്പര്യം എന്ന് പറയുന്നത്. ഈ ഗുരുമൂർത്തിയുടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം അതിൽ പറയുന്നത് 1994 മറ്റോ നമ്മുടെ മുൻ മുഖ്യമന്ത്രി AK ആൻ്റണി മാതാ അമൃതാനന്ദമയെ സന്ദർശിപ്പിച്ചപ്പോൾ മറ്റൊരു മിനിസ്റ്റർ അദ്ദേഹത്തെ ഒരു ബാഡ് കമൻറ്റിലൂടെ കൂടെ വിശേഷിപ്പിക്കുകയുണ്ടായി എന്ന്, മാതാ അമൃതാനന്ദമയുമായി ചേർത്ത്. അന്ന് പ്രക്ഷോഭം ഉണ്ടാക്കണം എന്ന് മാതാ അമൃതാനന്ദമയോട് ആരോ പറഞ്ഞപ്പോൾ മാതാ അമൃതാനന്ദമയി പറഞ്ഞു അത്രേ, നമ്മളെയൊന്നും പേരിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ ഇവിടുത്തെ ഹിന്ദു ഉണരില്ല, അയ്യപ്പൻ്റെ പേരിൽ പ്രക്ഷോഭം ഉണ്ടാകണം. അപ്പം ഇവരുടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിൽ പ്രക്ഷോഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലേ? പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടാണോ അവനവൻ്റെ വാല്യൂവിനെയും പാരമ്പര്യത്തെയും അല്ലെങ്കിൽ ഹിന്ദുവിനെ ഉണർത്തേണ്ടത്? അല്ല. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്നത് അധസ്ഥിതരായിട്ടുള്ള ഹിന്ദുക്കളാണ്. ഈ പറയുന്ന ആനന്ദമൂർത്തിയുടെ ഗുരുമൂർത്തിയുടെ ജാതി ഏതെങ്കിലും തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെ ചിന്തിക്കുന്നവരും പറയുന്നവരും അധസ്ഥിത ചിന്താഗതിക്കാരാണ്. പ്രക്ഷോഭം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടല്ല ഹിന്ദുവിനെ ഉണർത്തേണ്ടത്. ഇപ്പോൾ വിശ്വകർമ്മജൻ്റെ കാര്യം പറഞ്ഞു. ഈ അടുത്തിടെ ഏതോ കടയുടെ മുമ്പിൽ ആശാരി കൂരി എന്ന് പറഞ്ഞ് എഴുതി വെച്ചെന്ന് പറഞ്ഞ് കുറേ പേര് പോയി ആശാരി എന്ന് എഴുതിയ പോലെ വിശ്വകർമ്മ എന്ന് എഴുതണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. നമ്മളെ ഇമോഷണലായിട്ട് ആക്രമിക്കാൻ വേണ്ടി അങ്ങനെ പല ബോർഡുകളും കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് മറ്റുള്ളവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഗുരുമൂർത്തിനെ പോലെയുള്ള വിവരമില്ലാത്തവരൊക്കെ അല്ലെങ്കിൽ ചിന്താശേഷി കുറഞ്ഞവരൊക്കെ ഓരോ കമൻ്റ് ഇട്ട പ്രശ്നം നമ്മളെ വൈകാരികമായി ഉണർത്തുമ്പോൾ ഇതെടുത്തിട്ട് മറ്റുള്ള ദുർശക്തികൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ദുർശക്തികൾ എന്ന് പറയുന്നത് സമൂഹം നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്താണ്, കോലാഹലങ്ങൾ അങ്ങനെ ഉയർന്ന് സമൂഹത്തിലാകെ പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരാൾ അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഇമോഷണലിൽ തട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളത് മൈൻഡ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ നല്ല വാല്യൂവിനെ കുറിച്ച് പ്രചാരകരെങ്കിൽ ഏതൊരു സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പൊസിഷൻ നോക്കിയിട്ടല്ല പ്രചാരകരാകാൻ ശ്രമിക്കുക. അങ്ങനെ പ്രചാരകരാകാൻ ശ്രമിച്ചാലാണ് നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുക. നമ്മുടെ വാല്യൂ, നമ്മുടെ പാരമ്പര്യം ഇതൊക്കെ കാലങ്ങളായിട്ട് നിലനിൽക്കുക. ആ പാരമ്പര്യവും വാല്യൂവും ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഗുരുമൂർത്തിയെ പോലുള്ള ആൾക്കാർ ഈ ഒളിയാക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ പൊസിഷനോ രാഷ്ട്രീയ പാർട്ടികളിലുള്ള അംഗത്വമോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനമോ ഒന്നും നോക്കാതെ നമ്മൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് വാല്യൂവിനെക്കുറിച്ച് പ്രചാരകരായി മാറുക എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനമായി ചെയ്യേണ്ടത്. പിന്നെ ആശാരിക്കൂലി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബോർഡ് വെച്ചു എന്ന് പറഞ്ഞാൽ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. നല്ല നല്ല എന്താണ് കുടുംബ മഹിമയുള്ള വിശ്വകർമ്മജർ വന്നിട്ട് ഒന്നോ രണ്ടോ പോസ്റ്റൊക്കെ ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ മുഖങ്ങളിൽ പോലും അത്രയൊരു തേജസ് ദൃശ്യമാകുന്നത്? അവരവരുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് ജീവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്നുള്ള സമൂഹത്തിൽ പല വിശ്വകർമ്മജ കുടുംബത്തിലും അങ്ങനെയുള്ള വാല്യൂ നഷ്ടമായിരിക്കുന്നു. പണ്ടൊക്കെ ഒരുപാട് വിശ്വകർമ്മജരെ കണ്ടാൽ മുഖം കണ്ടാൽ മനസ്സിലാകുമായിരുന്നു. ഇന്ന് അതില്ല. എന്തുകൊണ്ടാണ്? സ്വന്തം പാരമ്പര്യത്തിൽ നിന്ന് വാല്യൂവിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. അതിനുള്ള പ്രധാന കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയം എപ്പോഴും വീടിൻ്റെ പടിക്ക് പുറത്ത് നിർത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എൻ്റെ ജീവിത മാർഗമല്ല. വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ലൈഫാണ് എനിക്ക് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ വോട്ട് ചെയ്യാൻ വരും. ഞാൻ പറയുന്നില്ല വിശ്വകർമ്മജർ രാഷ്ട്രീയത്തിൽ പോകണ്ട എന്ന്. രാഷ്ട്രീയത്തിൽ പോകാൻ താല്പര്യമുള്ളവർ, അതിന് നിൽക്കാൻ കഴിയുന്നവർ തീർച്ചയായും പോകാം. അത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കുടുംബത്തിലേക്ക് എടുത്തുകൊണ്ട് വരാൻ പാടില്ല. പടിക്ക് പുറത്ത് നിർത്തുക. നമുക്കൊരു ഭരണാധികാരിയോ ഗവൺമെൻറ്റോ വേണം. ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച്, ജനാധിപത്യം അനുസരിച്ച് വോട്ട് ചെയ്യുക, വരിക.
നിങ്ങൾക്ക് പ്രത്യേകമായ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇവിടുത്തെ മറ്റ് ജാതികളാകട്ടെ, നായരാകട്ടെ, മറ്റ് ഏത് ജാതി ആയിക്കോട്ടെ, പ്രത്യേകിച്ച് നായന്മാരെ തന്നെ നമുക്ക് എടുത്തു പറയാം. ഒരു നായർ കുടുംബത്തിൽ തന്നെ പല രാഷ്ട്രീയക്കാരുണ്ട്. അവരെന്താണെന്നോ, അത് ആ പല രാഷ്ട്രീയക്കാർ ഏത് തരത്തിൽ അധികാരത്തിൽ വന്നാലും അവരുടെ കുടുംബത്തിനൊരു താങ്ങായി നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഒരു നായർ കുടുംബത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുള്ളതുകൊണ്ട് അയാളൊരു മിശ്ര വിവാഹിതനൊന്നും ആകാൻ പോകുന്നില്ല. അയാളൊരു നായർ സമുദായത്തിൽപ്പെട്ട ആളെ തന്നെയാണ് വിവാഹം കഴിയും. നേരെ മറിച്ച് ഒരു പല വിശ്വർമ്മത്തിൽ എന്താണ് ചെയ്യുന്നതെന്നറിയോ? ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്യാറുണ്ട്. കാരണം ജാതി മതത്തിനൊക്കെ അതീതമാണ് നമ്മളിന്ന്. ഈ ജാതി മതത്തിനും അതീതമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പള്ളിയിൽ പോയി അവിടെ പ്രാർത്ഥിക്കണമെന്നോ, അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണമെന്നോ എന്നും അല്ല അർത്ഥം. ക്രിസ്ത്യാനികൾ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെന്നോ, അമ്പലത്തിലുള്ളവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്നുള്ള അർത്ഥം. പരസ്പരം മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ വേലി ചാടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയും ഒരുപാട് ഡിസ്ട്രക്ഷൻസ് നമ്മുടെ വാല്യൂവിന് സംഭവിക്കും. അതും ഇതിനൊക്കെ ഒരു നിദാനമാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പാരമ്പര്യം മാത്രം പറഞ്ഞു നടക്കുകയും നമുക്ക് ഭൗതികമായ ചുറ്റുപാടുകൾ ഉണ്ടാക്കി വെക്കാതിരിക്കുന്ന ഒരു സന്ദർഭവും കൂടെ ഉണ്ടാകുമ്പോഴുമാണ്. അപ്പോൾ ഇനിയെങ്കിലും വിശ്വകർമ്മജര് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ബാക്കിയുള്ള വാല്യൂവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാറുള്ളത്. പിന്നെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാവരും ഇപ്പം നായർ കാസ്റ്റിൽ നിന്ന് ആൾക്കാർ തന്നെ ആയിരിക്കില്ല വിശ്വകർമ്മജർക്ക് ഇടയിൽ പോസ്റ്റ് ഇടുന്നതൊക്കെ. ഇപ്പം നമ്മൾ കൊല്ലൂർ മൂഹാംബികയിലൊക്കെ വേണ്ടാത്ത തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് സമൂഹത്തിലുള്ള ദുർശക്തികൾ. അപ്പോൾ അതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം ആനന്ദ ഗുരുമൂർത്തി അങ്ങനെ പറഞ്ഞു എന്ന്, ആനന്ദസാഗർ ഗുരുമൂർത്തി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ ഒന്നാകെ പറയുക, അവരോട് ചീത്ത പറയുക ഒന്നും ആവശ്യമില്ല. കാരണം ഇത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, ഒരു സമുദായത്തിൻ്റെ പ്രശ്നമല്ല, ഒരു വ്യക്തി വളർന്നു വന്ന രീതിയിലുള്ള ഗുണമാണ്, അല്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അതെടുത്ത് പ്രവർത്തിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യേണ്ട. നമ്മൾ നമ്മുടെ വാല്യൂവിലും സംസ്കാരത്തിലും കൂടുതൽ ഊന്നൽ കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് ഫലവത്തായിട്ടുള്ള കാര്യം. അതുമാത്രമാണ് നമുക്ക് ഗുണമായിട്ടുള്ള വരിക. Okay, bye guys for the day after this long video. Thank you, bye.